ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഹുക്വം ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അങ്കൈലോസ്റ്റോമിയാസിസ് എന്നൊരു പേരുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കൊക്കോപ്പുഴുവിൻ്റെ അസുഖം. ഈ കൊക്കോപ്പുഴു അത് രണ്ട് തരമുണ്ട് ഹുക്വം. ഒന്ന് അങ്കൈലോസ്റ്റോമ ഡുവോഡിനലെ, രണ്ടാമത്തത് നെക്ടേറ്റർ അമേരിക്കാനസ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന സിംറ്റംസ് എല്ലാം ഒന്ന് തന്നെ, ശരീരത്തിൽ കിടക്കുന്ന രീതിയെല്ലാം ഒന്ന് തന്നെ, രണ്ട് തരമുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇത് ഇവൻ്റെ താമസ സ്ഥലം എന്ന് പറയുന്നത് ജജിനത്തിലാണ്. ജജിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഭാഗമാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ ഭാഗത്തിന് ഡുവോഡിനം എന്ന് പറയും, അത് കഴിഞ്ഞ് ജജിനം, അത് കഴിഞ്ഞ് ഇലിയം. അപ്പോൾ ഈ ജജിനം എന്ന് പറയുന്ന ആ ഭാഗത്താണ് ഇവൻ താമസിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ ചെറിയ തരം വരെയാണ്. ഇതിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 13 mm. 13 mm എന്ന് പറയുമ്പോൾ തീരെ 1 സെൻറ്റിമീറ്ററിന് ഇച്ചിരി കൂടെ. അപ്പോൾ അത് മെയിൽ വേംസിന് ഫീമെയിൽ വേംസിനേക്കാളും ഇച്ചിരി കൂടെ നീളം കുറവായിരിക്കും. അപ്പോൾ ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഈ ജജിനം എന്ന് പറയുന്ന ഭാഗത്ത് അതിൻ്റെ കുടലിൻ്റെ ഇന്നർ സൈഡിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ജീവിക്കും. അവിടെ ഇരുന്ന് ഇത് രക്തം ഊറ്റി കുടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത് ധാരാളം, ഇതിൻ്റെ പെൺവര ധാരാളം മുട്ടയിടും. ഈ മുട്ട മലത്തിൽ കൂടെ, മനുഷ്യൻ്റെ മലത്തിൽ കൂടെ പുറത്തു പോകും. അപ്പോൾ ഈ മനുഷ്യൻ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഒരു സേഫ് രീതിയിലാണെങ്കിൽ ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്കോ അല്ലെങ്കിൽ റിങ്സ് ഉള്ള കക്കൂസിലോ ഒക്കെ ആണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. അതല്ല, ഇദ്ദേഹം പഴയ രീതി ഓപ്പൺ എയർ ഡിഫിക്കേഷനാണ് ഇപ്പോഴും കൈകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത് ആ സോയിൽ, ആ മണ്ണിൽ ഇത് കണ്ടാമിനേറ്റഡ് ആകും. അപ്പോൾ ഈ മുട്ട മണ്ണിൽ ചെന്നിട്ട് ഒരു 1-2 ദിവസത്തിനകം അത് വിരിയും. അങ്ങനെ ലാർവയും. ഈ ലാർവ 1-2 മോൾട്ടിങ് കഴിഞ്ഞിട്ട് അത് മനുഷ്യൻ്റെ ശരീരത്തിൽ കടക്കാനുള്ള ഒരു പരുവത്തിലുള്ള ലാർവയാകും. അപ്പോൾ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ കടക്കാൻ പാകത്തിനുള്ള ലാർവയാകണ ഒരു 10 ദിവസത്തിനകം ആ രീതിയിലാകും. അത് കഴിഞ്ഞ് അവൻ ഒരു മനുഷ്യനെ കിട്ടാനായിട്ട്, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടികൾ ചെരുപ്പിടാതെ കളിക്കുന്നു, ചെളിവെള്ളത്തിലൊക്കെ കളിക്കുന്നു, അല്ലെങ്കിൽ മാനുവൽ ലേബേഴ്സ് ചെരുപ്പൊന്നും ഇടാതെ ഈ കണ്ടാമിനേറ്റഡ് സോയിലിൽ പണിയെടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹോസ്റ്റിനെ ഇവന് കിട്ടുന്നത്. കിട്ടിക്കഴിയുമ്പോൾ ഇവൻ ആ കാലിൻ്റെ തൊലി തുളച്ചിട്ട്, ഈ ലാർവ കാലിൻ്റെ തൊലി തുളച്ചിട്ട് പതുക്കെ ഈ മനുഷ്യ ശരീരത്തിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞ് അവൻ ലിംപാറ്റിക്സ് വഴി അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീം വഴി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ കറങ്ങി അവസാനം ഇവൻ ലങ്സിലെത്തും. ഈ ലങ്സിലെത്തിയിട്ട് ലങ്സിൽ നിന്ന് പതുക്കെ അത് മൈഗ്രേറ്റ് ചെയ്തിട്ട് ശ്വാസ കുഴലുകൾ എന്ന് പറഞ്ഞാൽ ട്രക്കിയ വരെ എത്തിയിട്ട് ട്രക്കിയയിൽ നിന്ന് ഇത് പതുക്കെ ഇസോഫാഗസിലെത്തിക്കഴിഞ്ഞിട്ട് അത് പതുക്കെ ഈ പറഞ്ഞ പോലെ ജജിനത്തിലെത്തും. അപ്പോൾ ഇങ്ങനെയാണ് അവൻ്റെ ഒരു സൈക്കിള്, ഈ ലാർവയുടെ സൈക്കിൾ. അപ്പോൾ ലൈഫ് സൈക്കിൾ ഓഫ് ഹുക്വം ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇത് ഇൻഡസ്റ്റൈനിലെത്തിക്കഴിഞ്ഞ് അഡൽട്ട് വേവുമായിട്ട് വളർന്നിട്ട് ആൺ പെൺ ഇണയേരലും എല്ലാം പിന്നെ തകൃതിയിൽ നടക്കുന്നു. അത് കഴിഞ്ഞ് പെൺവര മുട്ടയിടുന്നു. ഇവൻ ഈ മുട്ട മലത്തിൽ കൂടെ വീണ്ടും പുറത്തു പോകുന്നു. അങ്ങനെ ലൈഫ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഹാരം എന്ന് പറയുന്നത് ഈ മനുഷ്യ രക്തമാണ്. ഈ ഇൻഡസ്റ്റൈനിൽ നിന്ന് ഇവൻ വലിച്ചു കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാർവായ്ക്ക് ഏകദേശം ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഈ മണ്ണിൽ ഒരു മാസത്തോളം ജീവനോടെ ഇരിക്കാൻ പറ്റും, ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലത്തിൽ കൂടെ മുട്ട പുറത്ത് പോകുന്നു, അത് വേറൊരു ആളുടെ കാലേ കൂടെ ഇത് അകത്ത് വേറൊരു മനുഷ്യൻ്റെ അകത്ത് കിടക്കും. ഇതാണ് ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ്, ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനം
അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രക്തം കുടിച്ചാണ് ഇത് ജീവിക്കുന്നത്. അപ്പോൾ ഈ ജജനത്തിലെ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ സൈഡിലുള്ള ഭിത്തിയിൽ കൂടെ ഇവൻ പതുക്കെ രക്തം ഊറ്റിക്കൊടുക്കും. അപ്പോൾ ഇത് ഒരു വളരെ കൂടുതൽ ഹുക്ക്വംസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗലക്ഷണം എന്ന് പറയുമ്പോൾ, ആ മനുഷ്യൻ്റെ രോഗലക്ഷണം എന്ന് പറയുമ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയായിരിക്കും. പിന്നെ ഇവൻ ബ്ലഡ് പ്ലാസ്മ ലെവല് കുറയാനായിട്ട് ഒരു സാധ്യത ഇവനെ കൊണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൈപ്പോ ആൽബുമിനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബുമിൻ കുറയുന്ന കണ്ടീഷൻ. പിന്നെ അടുത്തത് ഗ്രൗണ്ട് ഇച്ച്. ഇവൻ ഈ ലാർവ ഈ കാലിൻ്റെ പാദങ്ങളിൽ കൂടെയൊക്കെ അകത്ത് കിടക്കുമ്പോൾ ഈ ഡെർമറ്റൈറ്റിസ്, ലോക്കൽ ഡെർമറ്റൈറ്റിസ് ഉണ്ടാകാൻ സാധ്യത. അതിന് ഗ്രൗണ്ട് ഇച്ച്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അതിന് വളങ്കടി എന്ന് പറയും. പിന്നെ ഇത് ലങ്സിലും ട്രക്കിലും ഒക്കെ കൂടെ പോകുമ്പോഴുള്ള ഒരു സിംറ്റംസ് ഉണ്ടാകാം. അതിനാണ് പാരോക്സിസ്മൽ കഫ്, ചുമ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ, ഹുക്ക്വമിൻ്റെ രോഗലക്ഷണങ്ങൾ. ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് മെയിനായിട്ട് മലം പരിശോധിക്കുക എന്നാണ്. മലം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ മുട്ട കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഹുക്ക്വമിൻ്റെ ഒരു ഡയഗ്നോസിസ്. പിന്നെ ഇത് ഇദ്ദേഹം അനീമിക്കാണോ എന്നുള്ളത് നോക്കാൻ പറ്റും, അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹുക്ക്വം ഇൻഫെസ്റ്റേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ മരുന്നുകളുണ്ട്. മെബെൻഡസോള്, അൽബെൻഡസോള്, പൈറാൻഡൽ പാൽമേറ്റ് എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. പിന്നെ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു ബെഫിനിയം ഹൈഡ്രോക്സി നാപ്തേറ്റ് എന്ന് പറയുന്നത്, ആൽക്കോപ്പാർ, ഹൂപ്പാർ എന്നൊക്കെ പറയണത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ആ മരുന്നാണ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ്. ഇതെല്ലാം എഫക്റ്റീവാണ്. ഇനി ഹുക്ക്വം ഇൻഫെക്ഷൻ പകരാതിരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയണത് ഈ നമ്മുടെ ഈ മാനുവൽ ലേബേഴ്സ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇങ്ങനെ ചെളിവെള്ളത്തിലൊക്കെ കളിക്കാതിരിക്കുക. അതിങ്ങനെ ഇപ്പം മാനുവൽ ലേബേഴ്സിൻ്റെ ജീവിതമാർഗം അതാണെങ്കിൽ അവർക്ക് ഒരു ഈ ഗംബുട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ യാതൊരു കാരണവശാലും ഈ കാലിൽ എത്തിയിട്ട് അവിടെ നിന്ന് തൊലി തുളച്ച് ശരീരത്തിൽ കിടക്കാതിരിക്കാനുള്ള ഒരു മാർഗം അതാണ്, ഗംബൂട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ദി ഫീക്കൽ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സെപ്റ്റി ടാങ്ക് അല്ലെങ്കിൽ റിംഗ് കക്കൂസൊക്കെ ഉപയോഗിക്കുക, അല്ലാതെ ഓപ്പൺ എയർ ഡിഫിക്കേഷൻ കഴിവതും അവോയ്ഡ് ചെയ്യുക. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ അനീമിയ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക. ഇത്രയൊക്കെയാണ് നമുക്ക് ഹുക്ക്വം ഇൻഫെസ്റ്റേഷനെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ ഒന്നിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.